ഇപ്പം എല്ലാവരും എൻ്റെ സ്റ്റൈലൊക്കെ കോപ്പി അടിക്കാനായിട്ട് നടക്കുക. ഫിലിം ഇൻഡസ്ട്രി മൊത്തം അനുഭവിച്ചോ? അല്ല, നിങ്ങളോടെ വന്ന അനുഭവിച്ചോ? ഞാൻ എപ്പോഴും പറയാറുള്ളതാ, ഇങ്ങനത്തെ ഒരു ചെറിയൊരു സാധനം പോലും കൂടി കൊടുക്കരുത്. ഇത് ഞാൻ കണ്ടെത്തിയത്. എനിക്ക് വേണ്ട, ഞാൻ കണ്ടെത്തും. ആരും തരണ്ട. ഇനിയിപ്പോ എന്താണ് സൂര്യ ഇനി ഏതെങ്കിലും ഇട്ടുകൊണ്ട് വരുന്നത്? പിന്നെ അതായിരിക്കും. സൂര്യ ആൾറെഡി എന്നത് കോപ്പി അടിച്ചു കഴിഞ്ഞതാ. ഓക്കെ, തുടങ്ങിക്കോ. ചെയ്യാനാണ് അവസ്ഥ. പട്ടി ഷോ കഴിഞ്ഞു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കാത്തതിന്റെ കീഴിലേക്ക് പോവാം. ആ പട്ടി ഷോന്റെ ഭാഗമായിട്ട് വന്നതാണ്. അഹങ്കാരം കയറി കഴിഞ്ഞാൽ കണ്ണാണൂല, നാവും പിഴക്കും. ഏറ്റവും വലുത് കിട്ടുന്നവൻ വിജയിക്കും. ഹെഡ് ടൈല് എന്താടാ, വിഷമമുണ്ടോ? ആ പട്ടി ഷോ കാണിച്ചത് നിനക്ക് ഗുണം ചെയ്യുന്നതാണോ? അതെന്തായാലും തീർച്ചയായിട്ടും എനിക്ക് തന്നെ ഗുണം ചെയ്യുള്ളൂ. അതിന് എനിക്ക് ഒരു ഡൗട്ടുള്ള കാര്യമല്ല. അപ്പൊ അത് വെറുതെ ആദ്യം ചെറിയൊരു മധുരം തന്നാലേ അല്ലാണ്ട് നിനക്കൊരു തുടക്കത്തിലുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടിക്കോട്ടെ എന്ന് കരുതി. ഓക്കെ, ഫസ്റ്റ് കിഴി ജങ്കാർ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതേ ശബരീഷിന്റെ ബാക്കല്ലേ ഇത്? ശബരീഷും അപ്പാനി ശരത്തും പിന്നെ നമ്മുടെ ശ്വേതാ മേനോനുമാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് കൊള്ളാം. മനോജ് യാദവ് ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ലുക്ക് എടുത്തങ്ങ് തുടങ്ങി. അടുത്തത് ലെവൽ ക്രോസ് സിനിമയുടെ ഒരു ബിഗ് സർപ്രൈസ് ഇന്ന് വരുന്നുണ്ട്. വേറെ കാര്യം കേട്ടോ, നമ്മളിന്ന് റിവ്യൂ ഇടും. അതായത് ശരിയാണ്, തലവൻ സിനിമയുടെ റിവ്യൂ ഇടും. അപ്പോൾ അത് നന്നായിട്ട് കയറുന്നുണ്ടെങ്കിൽ മേ ബി ഈ ഒരു എപ്പിസോഡ് നാളെ രാവിലെ. അപ്പൊ ഇന്നലെ വന്നു എന്നും കൂടി പറഞ്ഞു വെക്കുകയാണ്. ലെവൽ ക്രോസിന്റെ ബിഗ് സർപ്രൈസ് ഇന്നലെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കണേ. ഓക്കെ, അടുത്ത കിഴി സത്യഭാമേ വേണ്ട. കാജൽ അഗർവാൾ നായികയാവുന്ന സത്യഭാമ സിനിമയുടെ റിലീസ് ഡേറ്റ് ജൂൺ 7-നാണ്. ഓക്കെ, ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതേ സംഭവബഹുലമായ ട്രെയിലർ ലോഞ്ചാണ് നടക്കാൻ പോകുന്നത്. നന്ദമുരി ബാലകൃഷ്ണ പൊതുവാൾ നന്ദമുരി പറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ വരാം. അതെ, അത് കൊള്ളാം. അപ്പോൾ മൂപ്പരൊക്കെ വരുന്നുണ്ട്. അത് നമ്മുടെ ബാലയ്യ. അടുത്തതിയാണ് സമാധാന പുസ്തകം എന്ന് പറഞ്ഞ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നാളെ 10 മണിക്ക്. നാളെ ഇടുന്നെങ്കിൽ ഇന്ന് 10 മണി. ഇന്ന് 10 മണിക്ക് സിനിമ. നമ്മുടെ മാത്യു തോമസ് ആണ് നായകനായിട്ട് എത്തുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത കിഴി L360. ലാലേട്ടൻ ഒന്നുമില്ല പറഞ്ഞതുള്ളൂ. L360 സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ഒക്കെ വരാനുള്ളതാണ്. പക്ഷെ ചെറിയ രീതിയിൽ ഒരു ഫസ്റ്റ് ലുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കാതൽ സിനിമ അല്ലേ, കാതൽ സിനിമയിൽ മമ്മൂക്കയുടെ ക്യാരക്ടർ പോസ്റ്റർ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ലൊക്കേഷനിൽ ഇവർ വെച്ച ഒരു ഫ്ലക്സ് ഉണ്ടായിരുന്നു, അതായത് മത്സരിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ. അപ്പോൾ ആ ഒരു ഫോട്ടോ അവർ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ലാലേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഇവർ വെച്ച ഒരു ഫ്ലക്സ്, അതിൽ ക്യാരക്ടർ ലുക്കാണ്. എന്താണെങ്കിലും കൊള്ളാം. അടുത്തത് എന്താണ്? അല്ല, വലുത് കിട്ടിയത് പറഞ്ഞോ, നിശബ്ദമായി നിന്നെ സൂചിപ്പിച്ചു എന്നുള്ളൂ. കൽക്കി. ഇതിന്റെ അപ്പുറത്തോട്ട് വല്ലതും നിന്റെ ഉണ്ടെങ്കിൽ കേറി വാടാ മോനെ. കൽക്കി സിനിമയുടെ ബുജി, നമ്മുടെ ഞാനെന്തെങ്കിലും പറയാൻ മറന്നുപോയാൽ ഇവൻ അത് പിന്നീട് എടുത്ത് പൊന്തിച്ചിട്ട് പിന്നെ അവൻ കൽക്കി ഉണ്ടാക്കും. അതാണ് ബുജി വെഹിക്കിൾ. കാണാം, റിവീൽ ചെയ്തിട്ടുണ്ട്. കയ്യും കാലൊക്കെ ഉള്ള സാധനം. സംഭവം കൊള്ളാട്ടോ അല്ലേ, അടിപൊളിയുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിന്റെ റിവീലിംഗ് സംഭവപൂലമായ ഒരു ഇവന്റ് ആയിട്ടാണ് നടത്തിയിരിക്കുന്നത്. അതിൽ നമ്മുടെ പ്രഭാസിന്റെ ലുക്കും സൂപ്പറായിട്ടുണ്ട്. ഓഫ് സ്ക്രീനിൽ ഇങ്ങേര് അടുത്ത കാലഘട്ടങ്ങളിൽ വരുന്ന സമയങ്ങളിലൊക്കെ ലോക
കോമഡി ആവാറുണ്ടായിരുന്നു. സാധാരണ ഒരു വെള്ള വലിയൊരു സാധനം കിട്ടുന്നത് ഇതാണ് എന്തൊരു കിടിലൻ ലുക്കിലാണ്. അത് ക്യാരക്ടർ പിടിച്ച് തന്നെ വന്നതാണെന്ന് തോന്നുന്നു. അതെ, ഒരു രക്ഷയില്ലാട്ടോ, ഗംഭീരമായിരുന്നു. ക്യാരക്ടർ പിടിച്ചൊന്നല്ല വന്നത്, ആ ബുജ്ജി കുടിച്ചാ വന്നത്. അതിന്റെ അട്ടയെ കൂടി കണ്ടില്ലേ ഉള്ളിൽ നിന്നൊക്കെയുള്ള ഷോട്ട്. ഓക്കെ, ബുജി ബുദ്ധിയുള്ള ബുജി ആവണേ, അതുകൊണ്ടാണല്ലോ ബുജിന്ന് വിളിക്കുന്നതല്ലേ. ഓക്കെ, അടുത്ത കീഴ് പുഷ്പ 2. തട്ട് താണ് തന്നെ ഇരിക്കും. പോന്നോട്ടെ. പുഷ്പ 2 സിനിമ ഇഷ്ടപ്പെട്ടു. രണ്ടാമത് പുഷ്പം പോലെ ഇപ്പൊ പുഷ്പ 2 സിനിമയുടെ കപ്പിൾ സോങ് വരുന്നുണ്ട്. യെസ്, 29-ാം തീയതി 11/7. അതായത് ഇതിന്റെ എന്തായിരുന്നു വന്നത്? പ്രൊമോ. പ്രൊമോ വന്ന അതേ സമയത്ത്. ഓക്കെ, കണ്ടാലോ? അടിപൊളി. ഇതാ തന്നെയാണല്ലോ സ്വാമി. അതിന്റെ വേറെ രീതിയിലേ. ഇതിന്റെ അവസ്ഥ ദൈവമേ കണ്ടറിയണം, രക്ഷിച്ചേക്കണേ. കണ്ടറിയണം കോശി. നിനക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? അയ്യോ അറിഞ്ഞൂടാ. അടുത്തത് ഗുഡ് ബാഡ് അഗ്ലി സിനിമയില് നയൻതാര ലീഡ് റോളിൽ എത്തുന്നുള്ള റൂമറുകൾ ആകെ പരക്കുന്നുണ്ട്. എന്താണെങ്കിലും ഒഫീഷ്യലി അനൗൺസ് ഒന്നും ചെയ്തിട്ടില്ല. യാദിക് രവിചന്ദ്രനാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഇന്ന് നല്ല പിടുത്തല്ലേ നാവിന് നമുക്ക്. ഓക്കെ, അടുത്ത കീഴ് അതിൻ്റെ ആദ്യത്തെ ജാട ഉണ്ടാവും തന്നെ ഉറപ്പാണ്. ഇന്നത്തെ ദിവസം തന്നെ പോക്കായിരിക്കും. ഓക്കെ, അടുത്ത കീഴ് നാഗേന്ദ്രൻ സണിമോൺസ്. നിതിൻ രഞ്ജി പണിക്കർ സംവിധാനം ചെയ്യുന്ന വെബ് സീരീസ് ഹോട്ട്സ്റ്റാറിലാണ് വരാൻ പോകുന്നത്. കമ്മിങ് സൂൺ എന്ന് ഇവർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതേ 5 ഭാര്യമാരുള്ള സുരാജ് വെഞ്ഞാറമൂടിന്റെ എന്താകുമോ എന്തോ. സുരാജ് വെഞ്ഞാറമൂട് ഇതൊക്കെയാണ് കള്ള പന്നികളെ. എനിക്ക് 5 ഭാര്യമാരൊന്നുമില്ല, അത് ക്യാരക്ടറാണ്. ഓക്കെ, അയ്യോ അല്ല, നിതിന്റെ സിനിമയല്ലേ നമ്മുടെ ഒരു സിജു വിൽസൺ നായകനായിട്ട് ഒരു സിനിമ പോലീസ് സ്റ്റേഷനിലുള്ള. അത് ഇതുവരെ പുറത്തു വന്നിട്ടില്ലല്ലോ. വരും, വെയിറ്റ് ചെയ്യും. വന്ന് പോയോ? ഇല്ല, വന്നിട്ടില്ല. അടുത്തത് STR 48. ഓക്കെ, സിനിമയുടെ സെക്കൻഡ് ഹീറോയിൻ, സിനിമയിലെ സെക്കൻഡ് ഹീറോയിൻ ജാൻവി കപൂർ ആയിരിക്കും എന്നുള്ളത് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ല, ഒഫീഷ്യലി അല്ല, സോറി, അനൗൺസ് അങ്ങനെ റൂമറുകൾ പരക്കുന്നുണ്ട്. ചെങ്ങായി തുടക്കത്തിലേ തെറ്റിച്ചു വെച്ചല്ലോ ദൈവമേ, മൊത്തത്തിൽ പോവാണല്ലോ. ഈ വൈബ് പോട്ടെ, അങ്ങനെയാണല്ലോ. അക്ഷര തെറ്റുകൾ കൊണ്ടൊരു തെറ്റുണ്ട്. അക്ഷര സ്ഫുടത വേണം. പുടത. ഓക്കെ, അടുത്ത കിഴി. ഓക്കെ, ഓക്കെ, അടുത്തത് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം, ദ ഗോട്ട് സിനിമയുടെ ഡിജിറ്റൽ അവകാശം നമ്മുടെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് കേട്ടത്. 110 കോടിക്ക്. അതിന്റെ ഇടയിൽ കൂടി ഇത് കൺഫേം ഒന്നും അല്ല കേട്ടോ. ഇതിന്റെ ഇടയിൽ കൂടി ഒക്കെ വേറെ കുറെ ഇതൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. ന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് തള്ളി വിടുന്നു. അവര് ഒഫീഷ്യലി ഇന്ത്യൻ ടൂവിന്റെ ഒക്കെ കിട്ടതുപോലെ അല്ലേ? ഇന്ത്യൻ ടൂ അല്ല, 63 കോടിക്കങ്ങാണ്ട്. അത് മറ്റേ സാറ്റലൈറ്റ് അല്ലല്ലോ, സാറ്റലൈറ്റ് അവർ വിട്ടില്ല. ആരും കോടികൾ എത്ര കിട്ടിയെന്ന് ആരും കണ്ടില്ലല്ലോ. അതൊരു സത്യ പറയാറില്ലാന്ന് തോന്നുന്നു. ടർബോ സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ. ടർബോ ഫസ്റ്റ് ഡേ കളക്ഷൻ വമ്പൻ കളക്ഷനാണ്. എന്തായാലും ഇത് പ്രതീക്ഷിച്ചതാ. അതെ, ഇത് പ്രതീക്ഷിച്ചാണ് തീർച്ചയായിട്ടും. എന്തായാലും നമുക്ക് നോക്കാം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഓക്കെ, അടുത്ത കീഴ് ഗ്യാങ് ഓഫ് ഗോദാവരി സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വരാൻ പോകുന്നു മെയ് 25-ന്. നാളെ വലിയ ഇവൻ്റൊക്കെ ആയിട്ടാണ് നടത്തുന്നത്. എന്തായാലും സിനിമ റിലീസിനെത്തുന്നത് മെയ് 31-ന്. ഒരുപാട് സിനിമ ഉണ്ട്, കുറേ ഉണ്ട്. അടുത്തത് മാസ്റ്റർ അല്ലേ? മാസ്റ്റേഴ്സ് അല്ല, അത് പഴയ സിനിമയിലേക്ക് പോയല്ലോ. മാസ്റ്റർ സിനിമയുടെ UK റിലീസ് വരുന്നുണ്ട് അടുത്ത മാസം. വിജയുടെ ബർത്ത്ഡേന്റെ ദിവസം ആയിരിക്കും എന്നാണ് കേൾക്കുന്നത്. അഹിംസ എന്റർടൈൻമെന്റ്സ് ആണ് റിലീസ് ഒരുക്കുന്നത്. എന്തായാലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ. ബൈ.